ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കറിന് ആശ്വാസം. മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ച് എം ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സുപ്രീംകോടതി സ്ഥിരപ്പെടുത്തി. ജസ്റ്റിസ് എം സുന്ദരേശൻ അടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. 2023 ഓഗസ്റ്റ് 23-നാണ് ഇടക്കാല ജാമ്യത്തിൽ ശിവശങ്കർ ജയിൽ മോചിതനായത്. ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കറിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം അത് സ്ഥിരപ്പെടുത്താൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അസുഖം അത് കാരണമാണ് തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട ജാമ്യം നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു ഈ കേസിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് പരിഗണിച്ചായിരുന്നു ആഗസ്റ്റ് 23-ന് അദ്ദേഹത്തിന് 2023 ആഗസ്റ്റ് 23-ന് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന ശേഷം പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഒപ്പം തന്നെ അന്ന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് അത് സുപ്രീം കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് എം സുന്ദരേശൻ അടങ്ങിയ ബെഞ്ചിന്റെ ഇതാണ് ഈ ഒരു സുപ്രധാനമായ വിധി. അത് വലിയ ആശ്വാസം തന്നെയാണ് എം ശിവശങ്കറെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലാകുന്നത് എം ശിവശങ്കറാണ്. അതിനുശേഷം പിന്നീട് യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പൻ അറസ്റ്റിലായെങ്കിൽ പോലും തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. 10 പേരായിരുന്നു ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ എം ശിവശങ്കർ ഒഴികെ മറ്റാരും തന്നെ ജയിൽ വാസം അനുഷ്ഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചയും വലിയ വിവാദങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നിരവധി തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജാമ്യം ഹർജിയുമായി എം ശിവശങ്കർ മുന്നോട്ട് പോയി എങ്കിൽ പോലും തന്നെ ജാമ്യം നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഒടുവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഹർജി സമർപ്പിക്കുന്നത്. ആ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും അത് ഇടക്കാല ജാമ്യം അനുവദിക്കാനും ഒപ്പം തന്നെ സുപ്രധാന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം എം ശിവശങ്കർ നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് സുപ്രീം കോടതി നിർദ്ദേശിച്ച പോലെ ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിലേക്ക് അന്വേഷണ സംഘം സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയായിരുന്നു. എന്തായാലും ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കറിനെ സംബന്ധിച്ചൊരു ആശ്വാസകരമായിട്ടുള്ള വിധി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.